മാജിക് തിയേറ്ററിലേക്ക് കയറി. അവിടുത്തെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയേക്കുവാണ്. ओके दोस्तों, ये फिल्म बनाने के लिए कितना लोगों का मेहनत रहते हैं पर्दे के पीछे. ഇവിടെ പ്രധാനമായിട്ടും കാണിക്കുന്നത് സിനിമയിലെ പിന്നാമ്പുറ കാഴ്ചകളാണ്. അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയാം. കാരണം എഡിറ്റിങ്, ഡബ്ബിങ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവർ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം അവർ ഉദാഹരണ സഹിതം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഗ്രീൻ സ്ക്രീൻ എഫക്റ്റോടുകൂടി ചെയ്യുന്ന ഒരു മൂവിയിൽ നമുക്കും അഭിനയിക്കാനുള്ള അവസരം വേണമെങ്കിൽ അവർ തരും. അതിനൊരു നിശ്ചിത ഫീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്കൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റുഡിയോയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അഭിനയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞങ്ങൾ ഒരു ഫിലിമി ടൂറ് ചേസ് എന്നുള്ള ഒരു ആക്ടിൻ്റെ ഡെമോ അവർ കാണിച്ചു. അതാണ് ഇപ്പോൾ ഇവിടുന്ന് കണ്ടുകൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് അറിയാൻ എടുത്തിട്ടില്ല. അത് കാരണം നിങ്ങളിവിടെ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കഫറ്റേരിയകൾ ഇതിൻ്റെ ഇൻസൈഡുകളിലുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റണ്ട് ഷോ കാണാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് ഞങ്ങൾ പോകുന്നത് ആക്ഷൻ തിയേറ്ററിലേക്കാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം.
We hope you enjoyed it and have a wonderful day. അപ്പോൾ സ്റ്റണ്ട് ഷോ വളരെ നന്നായിരുന്നു. നമ്മൾ കയറിയ ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റണ്ട് ഷോയാണ്. അപ്പോൾ ഫസ്റ്റ് വാച്ചാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റണ്ട് ഷോ അത് മിസ്സാക്കാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ റാമോജി ഫിലിം സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഗൈഡ് കിട്ടുന്നത്, അതായത് സ്റ്റുഡിയോ ടൂറിന് വേണ്ടി. നമ്മളിവിടെ ഷോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ചോദിച്ച സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ പല സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കുറേ മിസ്സാവും, കാരണം ഓരോ ഷോയ്ക്കും ഓരോ സമയമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്.